ചൂടുള്ള മൊരിഞ്ഞ ഉഴുന്നുവടയും ചട്നിയൊക്കെ കഴിക്കാൻ ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഉഴുന്നുവട എല്ലാവരും ഉണ്ടാക്കി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സിലെ അതേ ഗ്ലാസ് തന്നെ, ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ട് 3 മണിക്കൂറോളം നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. അപ്പം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉഴുന്നുവട ഉണ്ടാക്കാൻ അരയ്ക്കാൻ പോണത്, എൻ്റെ ഒരു ഗ്രൈൻഡർ ഇല്ല, അത് കാരണം ഞാൻ മിക്സിയിലാണ് അരയ്ക്കാൻ പോണത്. അപ്പം മിക്സിയിൽ അരയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ചൂടാവും, മിക്സി ചൂടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാവണ പ്രശ്നം ഉണ്ടാവില്ല. ചൂടായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇഡ്ഡലിക്കായാലും വടക്കായാലും അത് പൊന്തി വരില്ല, അപ്പോൾ ഭയങ്കര കട്ടിയാവും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം ചോറ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വടയ്ക്ക് നല്ല ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് ചോറ് എടുത്തിരിക്കുന്നത്. ചോറ് നമുക്ക് അധികമൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം ചോറിന് പകരം പലരും അരിപ്പൊടി ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് 2 ടീസ്പൂൺ ചോറ് ഇടുന്നതാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉഴുന്ന് വെള്ളത്തിൽ നിന്ന്, അതായത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഊറ്റി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട്, അതായത് വെള്ളം കളഞ്ഞിട്ട് ജാറിലേക്ക് ഇടാം. ഇതിപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് ഞാൻ അരയ്ക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ട്രിപ്പിൽ ചിലപ്പോൾ മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അരവ് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണിത് അരയ്ക്കാൻ പോണത് കേട്ടോ. ഉഴുന്നുവടയിൽ എപ്പോഴും വെള്ളം കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നമാവുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആ ഷേപ്പ് തീരെ കിട്ടില്ല. അപ്പോൾ വെള്ളം തീരെ ഒഴിക്കാതെയാണ് നമ്മൾ ആദ്യം അരയ്ക്കാൻ പോണത്. അപ്പോൾ 2 ടീസ്പൂൺ ചോറുണ്ട്, സാധാരണ നമ്മുടെ ചോറ് തന്നെയാണ് എടുക്കണേ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരയ്ക്കുമ്പോൾ വീണ്ടും ചോറ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ മാത്രം ഞാൻ 2 ടീസ്പൂൺ ചോറ് ഇട്ടുള്ളൂ. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം തീരെ കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പം നമുക്കിത് അരയ്ക്കാം. അപ്പം ഞാൻ ഇത് നമ്മുടെ സാധാരണ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണേ, വെള്ളം ഒരുപാട് ചേർക്കരുത്, ഒരുപാട് എന്ന് പറഞ്ഞാൽ തീരെ ചേർക്കരുത്. അപ്പം നമുക്കിത് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് അരച്ചപ്പോൾ അതിൽ തീരെ വെള്ളമില്ല. അപ്പം ഞാനിനി ഒരു ടീസ്പൂൺ നമ്മൾ ഈ ഉഴുന്നിട്ട് വെച്ച വെള്ളമില്ലേ, അത് തന്നെ ഒഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് കണ്ടോ, ഇത് ഇത്തിരി ഇങ്ങനെ തെറിക്കും കാരണം നമ്മൾ വലിയ മിക്സറല്ല എടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൈഡിൽ നിന്നും ഇതിൻ്റെ അടപ്പിലേക്കൊക്കെ തെറിച്ച് ഉഴുന്നൊക്കെ അതിലേക്ക് തിരിച്ചിടണം. അപ്പോൾ ഏകദേശം നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ശരിക്കും മുഴുവനായിട്ടില്ല. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ 3 സെറ്റ് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ്ടോ, നമ്മുടെ കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ. അതായത് ഒരുപാട് വെള്ളമില്ല, എന്നാൽ തീരെ ഡ്രൈയും അല്ല. കണ്ടോ, ഒരുപാട് ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് അരയണമെന്നില്ല, പക്ഷെ അങ്ങനെ തരിതരിയായിട്ട് ഒരുപാട് കെടുക്കാനും പാടില്ല. അപ്പം ഞാനിത് പാത്രത്തേക്ക് മാറ്റട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഉഴുന്നും ഇതേപോലെ അരച്ചെടുക്കും കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മിക്സി ചൂടാവാൻ പാടില്ല. നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല, പക്ഷെ മിക്സി ആണെന്നുണ്ടെങ്കിൽ ചൂടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തണുത്ത വെള്ളം, ഒന്നില്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടില്ലേ, ഈ മാവിനെ കുറച്ച് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ വിസ്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് പതപ്പിച്ച് കൊടുക്കണം. കാരണം അപ്പം അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ കയറും. എയർ കയറി കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വീർത്ത് വരികയും ചെയ്യും, അല്ലെങ്കിൽ കട്ടിയായി പോകും. അപ്പം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതിട്ടിട്ട് ഒന്നിങ്ങനെ കലക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടും. അപ്പോൾ സവോള ഇതൊരു ചെറിയ സവോളയാണ്. നിങ്ങളിപ്പം മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഇട്ടാൽ മതി കേട്ടോ.
പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം ആക്ച്വലി ഇഞ്ചി പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഇതൊരു മീഡിയം, ഒരു സാധാരണ പാകത്തിനുള്ള അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കുരുമുളക്. അപ്പം കറിവേപ്പില എന്തായാലും വേണം. കുരുമുളക് ചിലർ ചതച്ചിടാറുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യണത് അങ്ങനെ കുരുമുളക് ഇടാറ്. കാരണം നമ്മളുടെ ഇവിടെയൊക്കെ കിട്ടണത് അങ്ങനെ മുഴുവനായിട്ടുള്ളതായിരിക്കും. അത് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഒരു 5-6 കുരുമുളക്. ഇപ്പം നമുക്കിതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഉപ്പിടരുത്. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈപ്രസം പോലെ വരും. ഉപ്പ് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കണതിന് ഒരു കുറച്ച് മിനിറ്റ് മുന്നേ, 1 മിനിറ്റ് എങ്ങാനും മുന്നേ ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു നുള്ളി കായപ്പൊടിയും വേണം. അപ്പോൾ ഉപ്പും കായത്തിൻ്റെ പൊടിയും ഉണ്ടാക്കാനായിട്ട് എടുക്കണതിന് ഒരു 2 മിനിറ്റ് മുന്നേ, 1 മിനിറ്റ് മുന്നേ ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ മാവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണ്ട. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. കാരണം അവിടെ ഇവിടെയൊന്നും ഉപ്പ് കൂടാനും കുറയാനും പാടില്ല. അപ്പോൾ നന്നായി കുഴച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് വട ഉണ്ടാക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ ഒന്നൊന്നായിട്ട് കൊള്ളുള്ളൂ. നിങ്ങൾക്കിപ്പോൾ എങ്ങനത്തെ പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടോ ഇതിൽ. അപ്പം ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇതപ്പം ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടിടാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഷേപ്പിൽ ഉണ്ടാക്കണേന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം കൈ നന്നായിട്ട് വെള്ളത്തിൽ നനച്ചെടുക്കുക. തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നന്നായി നനച്ചെടുത്തതിന് ശേഷം മാത്രമേ കയ്യിലേക്ക് നമ്മുടെ ഉഴുന്നുവടയുടെ ഉണ്ട വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ വട ഉണ്ടാക്കണേ. അപ്പോൾ ചെറിയൊരു മാവിൻ്റെ ഉണ്ട എടുത്തിട്ട് അതിലൊരു ചെറിയ വട്ടം ഇങ്ങനെ ഉണ്ടാക്കുക. ഷേപ്പൊക്കെ നമ്മൾ അവിടെ കയ്യിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇതേപോലെ ഏകദേശം ഷേപ്പൊക്കെ വരുത്തിയിട്ട് കൈ കൊണ്ടിങ്ങനെ മറച്ചിടണം. അപ്പോൾ കയ്യിലിങ്ങനെ മറച്ചിടുമ്പോൾ കയ്യിലേക്ക് എണ്ണ തെറിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ താനും. അപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നായി കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടും. ആക്ച്വലി ഞാൻ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ 2 എണ്ണത്തിനുള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ വട മൊരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്ത് ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കി വെക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉഴുന്നുവടയുടേത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.